നെല്ലിയാമ്പതിയിൽ നിന്നുള്ള തിരിച്ചിറക്കം അരമുക്കാൽ മണിക്കൂർ വൈകിപ്പിച്ച ഒരു മിടുക്കനാണ് ഈ ഇരിക്കുന്നത്. ഒരു വ്യൂ പോയിന്റിൽ ഫോട്ടോ എടുക്കുന്ന നേരം കൊണ്ട് വണ്ടിയിൽ മേ കയറിപ്പറ്റിയതാണ് ആശാൻ. 4 ഡോറുകളിൽ ഏതെങ്കിലും ഒന്ന് തുറന്നാൽ കാണാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ആശാൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏറെ നേരം മഴയും മഞ്ഞും കൊണ്ട് ഞങ്ങൾ കാത്തു നിന്നു, ആശാൻ ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച്. വ്യൂ പോയിന്റിൽ നിർത്തിയ മറ്റൊരു കാറിൻ്റെ മുകളിൽ കയറുന്ന നേരം കൊണ്ട് ഞങ്ങൾ കാറിനകത്ത് കയറിപ്പറ്റി. എന്നാൽ ഡോർ അടയുന്ന ശബ്ദം കേട്ട് വീണ്ടും ആശാൻ വന്ന് മിററിൽ ഇരിപ്പായി. എല്ലാ വിൻഡോകളിലും വന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു ആശാൻ. ഏതെങ്കിലും ഒന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി പറ്റാൻ തന്നെയായിരുന്നു ഉദ്ദേശം. ഒരു കുരങ്ങനെ ഇത്ര അടുത്ത് കാണാൻ കിട്ടിയതിൻ്റെ ഒരു കൗതുകം മനസ്സിലുണ്ടെങ്കിൽ പോലും ഭയമായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ. വന്യജീവി ആയതുകൊണ്ട് അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളുണ്ടെന്ന് അകത്ത് കിടക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ. ഏറെ നേരം കഴിഞ്ഞ് പുള്ളി പോകാതായപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് മുന്നിലേക്ക് നീക്കി. എഞ്ചിൻ്റെ ശബ്ദം കേട്ടാലെങ്കിലും ഇറങ്ങിപ്പോകുമെന്നാണ് കരുതിയത്. പക്ഷേ എവിടെ നിന്ന്, പുള്ളി ഇറങ്ങാനുള്ള ഭാവമൊന്നുമില്ല. വാഹനം നിർത്തി പതുക്കെ മുന്നോട്ടെടുത്തുകൊണ്ടേയിരുന്നു. എങ്ങാനും ചാടിപ്പോവുകയാണെങ്കിൽ അവന് അപകടമൊന്നും പറ്റരുതെന്ന് കരുതി. ഏകദേശം ഒരു 100 മീറ്ററിനടുത്ത് മാറിയപ്പോഴേക്കും അവൻ്റെ ടെറിട്ടറി മാറിയെന്ന് തോന്നിയത് കൊണ്ടാണോ എന്തോ അവൻ തന്നെ ചാടി ഇറങ്ങിപ്പോയി. അവന് വേറെ അപകടമൊന്നും പറ്റിയില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം വണ്ടി മുന്നോട്ടെടുത്തു.